കാള പറ്റൂ, എന്നാൽ ഒരു പിടി കയറെടുത്താലോ? കാള പറ്റുമെന്ന് നിൽക്കുമ്പോൾ കയറെടുക്കുന്ന സ്വഭാവമാണ് ഇന്ന് പല ആളുകളിലും കണ്ടുവരുന്നത്. ബഹുമാനപ്പെട്ട ഹക്കീം ഉസ്താദ് ഒരു വാക്ക് പറഞ്ഞതാണ്, 4 വർഷം വരെ ഒരു സ്ത്രീക്ക് ഗർഭം ധരിക്കാൻ കഴിയും. ആ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോന്ന് വെച്ചാൽ പച്ചയ്ക്ക് പറയാൻ തെറ്റില്ല. പിന്നെ ആർക്കാണ് തെറ്റ്? അതിനെപ്പറ്റി പഠിക്കാത്ത ആളുകൾക്കാണ് തെറ്റ്. കാരണം എന്ന് പറഞ്ഞാലേ, നമ്മൾ പല ആളുകളും കണ്ടതാണ്, പുരുഷൻ പ്രസവിക്കുന്നു എന്ന് ഇന്ന് ശാസ്ത്രം പറയുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുപോലെ തന്നെ 22 മാസം ഗർഭം ധരിച്ച ഒരു സ്ത്രീയുടെ ഫോട്ടോയാണ് നിങ്ങൾ ഈ കാണുന്നത്. 17 മാസത്തോളം ഗർഭം ധരിച്ച് ഗിന്നസ് റെക്കോർഡ് നേടിയ ഒരു സ്ത്രീയുടെ മറ്റൊരു ഫോട്ടോയാണ് നിങ്ങൾ ഈ കാണുന്നത്. പിന്നെ 4 വർഷം ഗർഭം ധരിച്ചിരിക്കാൻ കഴിയുമോ ഇല്ലേ എന്നുള്ള കാര്യം പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമില് ഷാഫിഈ ഇമാമിനെ അവലംബിച്ചുകൊണ്ട് ബഹുമാന കോടമ്പുഴ ബാവ ഉസ്താദ് കർമ്മശാസ്ത്ര വിധികളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് രചിക്കുന്ന ഗ്രന്ഥമാണ് ഖുലാസ. അതിൽ വളരെ വ്യക്തമായിട്ട്, വളരെ സിമ്പിൾ ആയിട്ടാണ് പറയുന്നത്. എന്താണ്? അക്കല്ലുൽ ഹംലി, അതായത് ഗർഭത്തിന്റെ ഏറ്റവും ചുരുങ്ങിയത് 6 അശ്ഹുർ, അത് 6 മാസമാണ്. അതിൽ ഏറ്റവും അധികരിച്ച എത്രയാണ്? അക്സറഹു 4 സിനീൻ. അത് ഗർഭത്തിന്റെ ഏറ്റവും അധികരിച്ച ഒരു സമയം, ഗർഭത്തിന്റെ ഏറ്റവും ഒരു അധികരിച്ച സമയം എന്ന് പറഞ്ഞാൽ അത് 4 വർഷമാണ്. അപ്പൊ കിതാബിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. കിതാബിൽ പറയുന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ പ്രയാസമായിട്ട് നടക്കുന്ന പല ആളുകളുമാണ് ഇതിനെ എതിർക്കുന്നത്. അതുകൊണ്ട് ഉസ്താദ് പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല. അങ്ങനെ തെറ്റാണെന്ന് പറയുന്ന ആളുകൾ ജസ്റ്റ് ഒന്ന് പഠിക്കാനുള്ള ഒരു മനസ്സെങ്കിലും കാണിക്കുക. ചില ആളുകളൊക്കെ പറയുന്നുണ്ട് ഡോക്ടറേറ്റ് ഒക്കെ പൈസ കൊടുത്ത് വാങ്ങിയാണെന്ന്. അതിനൊക്കെ ഉള്ള മറുപടി എന്താണെന്ന് ഉസ്താദ് തന്റെ ജീവിതം കൊണ്ട് തെളിയിച്ചത് തന്നെയാണ്. അത് ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ ആശയങ്ങൾ എവിടെയും പറയാൻ സുന്നത്ത് ജമാഅത്തിന്റെ ഒരു